അമ്രാസിന്റെ അല്ല ഫസ്റ്റ് ഉണ്ട്. ഹലോ ഗൈസ്, കുറെ കാലത്തിന് ശേഷം എത്ര ഒരു കൊല്ലമില്ലേ കൊല്ലത്തിന് ശേഷം നമ്മള് വ്ളോഗിൽ വരികയാണ്. നമ്മളിന്ന് പോണത് ബീച്ചിക്കാണ്. നമ്മളപ്പം മച്ചന്മാരൊക്കെ ഉണ്ട്. ഞങ്ങള് ബീച്ചിൽ പോവാണ്. എന്തിനാ വെച്ചാല് അതല്ല അധികം ഒന്നും ഞങ്ങള് പറയണില്ല. ഞങ്ങള് കണ്ടുപിടി എന്താ അധികം പറഞ്ഞാല് സബ്സ്ക്രൈബേഴ്സ് ഭയങ്കര ബിസിയുള്ള ആൾക്കാരാണ്. അവിടെ ഞങ്ങള് വീഡിയോ ചെയ്യിക്കാണ്. അപ്പൊ നമുക്ക് ബീച്ചിൽ നിന്ന് കാണാം എന്താണ് പരിപാടി എന്നുള്ളത്. ഓക്കെ, ലുക്ക് ആയിക്കോണു ഗൈസ്. ബാക്കില് ആദ്യമുണ്ട്, ഷാനിഷ് ഉണ്ട്. നമ്മള് ബാഗൊക്കെ എടുത്താൽ പോണ കാര്യം എന്താ വെച്ചാല് മനസ്സിലായിട്ട് കാര്യങ്ങള്. ഹലോ മച്ചന്മാരെ, അപ്പൊ നമ്മള് കൊറേ കാലത്തിന് ശേഷമാണ് വ്ളോഗൊക്കെ ചെയ്യണത്. നേരത്തെ ക്ലിപ്പിൽ പറഞ്ഞില്ല കൊറേ കാലത്തിന് ശേഷം വ്ളോഗ് ചെയ്യുന്നത്. നമ്മൾ ഒന്നുകൂടി പറഞ്ഞ വലിയ പ്രശ്നമൊന്നും ഇല്ലല്ലോ. അതാണ് അപ്പൊ നമ്മളിപ്പോ ഉള്ളത് വെച്ചാല് ലക്ഷദ്വീപില്. ലക്ഷദ്വീപ് ഇവിടെ ഏറ്റവും അടിപൊളിയായിട്ട് ലക്ഷദ്വീപിൽ അടിപൊളി സ്പോട്ടിലാണ്. ഞങ്ങളെ മുന്നിൽ എന്താ അറിയോ, നമ്മള് കാഴ്ചകൾ കാണിച്ചുതരാം. ഞങ്ങളെ മുന്നിൽ എന്താ അറിയോ, കടൽ. നമ്മൾ കാഴ്ചകൾ കാണിച്ചുതരാം. ഹലോ ഗായ്സ്, വാട്സ്ആപ്പ് എങ്ങനെയുണ്ട് ഗായ്സ്? വിശ്വമനോഹാരിതം. അതെ ഈ ലോകം ലഹരികളേറ്റ് പോകുമ്പോള് നമ്മള് ഇങ്ങനെ ഇവന് നിങ്ങൾക്ക് അറിയുണ്ടാവും, ഇവനെ അറിയാത്തവരുണ്ടാവും. പക്ഷെ അതൊന്നും ഞങ്ങൾ പറഞ്ഞല്ല, അറിയിച്ചില്ല. അങ്ങനെ അവന്റെ ഫേമസ് ആണ്ടാ അങ്ങനല്ല. ഇവൻ നിങ്ങൾക്ക് അറിയുണ്ടാവും. പിന്നെ അറിയും. പിന്നെ നമ്മളെ അച്ഛൻ നമ്മള് 15 സബ്സ്ക്രൈബേഴ്സിന് 14 സബ്സ്ക്രൈബേഴ്സിനെ നമ്മൾ നേടിക്കഴിഞ്ഞു. അല്ല 14 ഫേക്ക് അക്കൗണ്ടാണ് പിന്നെ പിന്നെ ഒരു കൊല്ലത്തിന് ശേഷമാണ് വീഡിയോ ഇടണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള മാറ്റങ്ങൾ. അപ്പൊ മാറ്റങ്ങൾ അറിയാൻ വേണ്ടി ഞങ്ങൾ പഴയ വീഡിയോ ഒന്നുകൂടി വീണ്ടും ചേഞ്ച് ചെയ്തിട്ടുണ്ടാവും. പിന്നെ ഞാനിങ്ങനെ കണ്ണൊക്കെ ചെറുതാക്കി നോക്കുകയാണെന്ന് വെച്ചാൽ അപ്പോൾ എനിക്ക് അടിപൊളിയായി നോക്കാൻ കഴിയും. കാരണം എനിക്ക് എന്താ ക്ലാസ് ഉണ്ട്. അടിപൊളിയായി നോക്കിക്കോട്ടെ. അടിപൊളി. അപ്പൊ ഗായ്സ് നമ്മള് അടിപൊളി ആയിക്കണു. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ഈ കണ്ണട തന്നപ്പോ എനിക്ക് ഓർമ്മ എന്താ വെച്ചാല് ഞങ്ങൾ ഇതിന് മുന്നേ ബീച്ചിൽ പോയിനോ കോഴിക്കോട്. അപ്പൊ ഇങ്ങനത്തെ ഒരു കണ്ണട കാണിച്ചിട്ട് ഞാനാണ് വളർത്തി കൊണ്ട് കളഞ്ഞത്. തേർമാല കൊണ്ടുപോയി, അമ്രാസിനെ കൊണ്ടുപോയി കുഴപ്പമില്ല, ക്ലാസ് പോയി. പക്ഷെ അവൻ കണക്കൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ വേറെ കണ്ണാട ധൈര്യത്തിൽ വെച്ചെന്നോ. എന്നാ ഇതൊന്നും വെച്ചാ ഇപ്പൊ കണ്ണാടന്റെ ഇത് കളയായി. ഇതിട്ടുള്ള അമ്രാസിന് ലുക്കാണ് ഗൈസ്. അതെ. അപ്പൊ ഞങ്ങളിന്ന് പറയാൻ പോണ്ട കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ മലയാളമാണ് ഞങ്ങൾ പറയണേ. നമ്മളെ ചാനലിൽ ചളികളൊക്കെ ഒഴിവാക്കിക്കണോ. മലയാളം ഞങ്ങൾ ഇനിയും കുറെ വീഡിയോസ് ഒക്കെ എടുക്കാം. അത് പുതിയ മെമ്പേഴ്സിന്റെ ആൾക്കാരെ പരിചയപ്പെടുത്തി തരാം. ഓരോന്നേ കണ്ട്. ഇത് അഫ്ലേ എവിടുന്ന് വരുന്ന പറയാ മലയാളം ഹിന്ദി പറയും. तुम्हारा नाम क्या है भाई? ഓക്കെ. ഇതേ പ്രതീഷ് ഉണ്ണിമണ്ണിൽ ഇജോടുന്ന വരുന്ന പറയാ. അച്ഛന്റെ പേര് രാംചരൺ. അടുത്തതേ ഇത് പറയാ പരിചയപ്പെടുത്ത ആദി. ആരോടാണ് ആദി? വാപ്പാന്റെ അടുത്ത് പച്ച. അപ്പൊ അതൊക്കെ നമ്മളിപ്പോ വന്ന ആൾക്കാര്. ഇനി നമ്മള് വന്ന കാര്യങ്ങൾ പറയില്ലേ. ഞങ്ങള് വന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാനാണ് നമ്മളെ കുറച്ച് ബിസിനസ് പരിപാടികൾക്കായിട്ട്. ഇത് നമ്മളെ മഞ്ചേരി ഇറക്കുമതി ചെയ്ത ചങ്ങയാണ്. അപ്പൊ എന്താ പറയാനുള്ളത്? അപ്പൊ എന്താ പറയാനുള്ള വെച്ചാല് നമ്മള് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഭയങ്കര സംഭവമാണ്. അപ്പൊ സംഭവം എന്താ വെച്ചാല് ഭയങ്കര എന്റെ മോനെ എന്ത് പ്രതിഭാസമാണ് സുഹൃത്തുക്കളെ. കാണുണ്ടോ? എന്താ ഇറങ്ങാൻ പോകണം? വള്ളംകളി വള്ളത്തിൽ കളിക്കാൻ ഇത്രയല്ല ഔട്ട്ഫിറ്റ് ഒക്കെ ഇട്ടാണ് വന്നൊക്കെ. വീഡിയോ എടുക്കണം. അപ്പൊ ഞങ്ങള് വീഡിയോ എടുത്തിട്ട് വരാം ഗായ്സ്.
ഫോട്ടോ എടുക്കലൊക്കെ തുടങ്ങിയിട്ട് ഇവിടെ. നമ്മൾ അന്ന കാര്യം നമ്മള് വീഡിയോ എടുക്കാൻ മറന്നു എന്നിട്ട് കൊറേ നേരമായി അന്നെ കാണില്ല. എന്നിട്ട് ഞങ്ങൾ കൊറേ നേരമായി നമുക്ക് നമ്മളെ മച്ചന്മാരോട് എങ്ങനെയുണ്ട് ചോദിച്ചാ. മച്ചന്മാരെ ആദ്യമായിട്ടാണ് ബീച്ചിലൊക്കെ വരുന്നത്. അപ്പൊ ആദ്യം ഫസ്റ്റ് ടൈം ബീച്ചിൽ അനുഭവം എടുക്കണ്ടേ ബീച്ച് വീഡിയോ എടുക്കല് മാറിക്ക് ഇവ ആക്ട് ചെയ്യാണ് ഗൈസ്. ഇതാണ് ഒറിജിനൽ വീഡിയോ. ഫസ്റ്റ് ടൈം ബീച്ചിൽ വന്നിട്ട് അനുഭവം എങ്ങനെയുണ്ട്? ഫസ്റ്റ് ടൈമോ? ഞാൻ ഫസ്റ്റ് ടൈം അല്ല, പക്ഷെ ഇവിടെ ഒരു കിടിലനായി നല്ല വൈബിലെ സ്പോട്ടാണ്. നമുക്ക് ആൾക്കാർക്ക് വരാൻ പറ്റില്ല, പക്ഷെ ചെക്കന്മാർക്ക് വരാം. അങ്ങനത്തെ ഒരു സ്പോട്ടാണ്. ഇപ്പൊ എന്താ ചിരിച്ചുണ്ട്? എന്ത് പറഞ്ഞേ? ബീച്ചിക്ക് ആദ്യമായിട്ട് വന്നിട്ട് എന്നിട്ട് പറയും. കാരണം കണ്ണുകൾ കളവ് പറയുന്നത്. അല്ലല്ല, നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഈ ഭാഗം മൊത്തം കപ്പിൾസും സിംഗിൾസും ഒക്കെയാണ്. പക്ഷെ ആ ഭാഗത്ത് കപ്പിള് ഫുൾ ഫാമിലി ഫാമിലിയാണ്. കപ്പിൾസ് ആണ്. അത് കപ്പിൾസ് ഓ ചൂട് നല്ലതാ. അപ്പൊ കാഴ്ച ഇതാണ് കടല്. എത്ര ഞാൻ ഇജ്ജ് പറയാം, എത്ര ടൈം കടൽക്ക് വന്നിട്ട്? രണ്ടാമട്ടാണ് വരുന്നത്. ഞങ്ങൾ എങ്ങനത്തെ കണ്ടന്റാണ് ചെയ്യേണ്ടതെന്ന് നിങ്ങള് പറഞ്ഞാലേ നമുക്കൊരു ഐഡിയ കിട്ടും. നമുക്കിതൊരു ഐഡിയ ഇല്ലാതെ വീഡിയോ എടുക്കുന്നതാണ്. മച്ച നമ്മളെ വന്നിരിക്കണു. മച്ച നമ്മളെ കണ്ടന്റ് ഉണ്ടാക്കുന്ന ആളാണ്. അപ്പൊ നിങ്ങൾ ഓരോ കണ്ടന്റ് പറഞ്ഞു കൊടുക്കുക, ഞങ്ങൾ ചെയ്യും. കണ്ടന്റ് പറഞ്ഞ് തരി കൊടുക്കാന്നല്ലേ നമ്മളോട് തന്നെ പറയാനുള്ളത്. നായ്ക്കളെ ഇവിടെ വെള്ളം പേരുള്ള മക്കളാണ് നമ്മളൊപ്പം ഉള്ളത്. നിങ്ങൾ അങ്ങനെ അറിയാണ്ടോ? ഷൂ നന്നെ പറഞ്ഞാണ്ടിതാ നമുക്കിനാ പേരില്ല. നമ്മള് ഫുള്ള് സെറ്റിലാണ്. പിന്നെ ഞങ്ങൾക്ക് ഭയങ്കര ലുക്കൊക്കെ വെച്ചിട്ടുണ്ടാവും. ഞങ്ങള് ജിമ്മിലൊക്കെ പോലെ നമ്മൾ സബ്സ്ക്രൈബേഴ്സിനോട് പറഞ്ഞില്ലേ? പക്ഷെ ഇന്നെ കണ്ടാൽ പോയ മഴ തോന്നില്ല. കാരണം ഞാൻ കൺസിസ്റ്റൻസി ഇല്ലാത്ത ഒരു വ്യക്തിയാണ്. ഞങ്ങളെ കണ്ടാലും തോന്നൂല, പക്ഷെ ഞങ്ങൾ പോകുന്നുണ്ട്. എങ്ങനെ കൺസിസ്റ്റന്റ് ആയി ഇരിക്കണം എന്നുള്ളത് നിങ്ങൾ പറഞ്ഞില്ല. അല്ലെ നിങ്ങൾ പറഞ്ഞ പറ്റൊന്നും വേണ്ട, ഞങ്ങൾക്ക് അറിയാം. കൺസിസ്റ്റൻസി നമുക്കുണ്ട്. അമ്രാസേ 15 റുപ്യന്റെ മലാണ്. അതൊരു 0ന്റെ കുറവുണ്ട്. 150. അമ്രാസിന്റെ ഒക്കെ ഉണ്ട് പ്രൈസ്ലെസ് റിങ് കൂട്ടി ഗിഫ്റ്റ്. ഇല്ല, നമ്മൾ സിംഗിൾ ആണ്. അടിയൊരു അമ്രാസ് ഈ വീഡിയോ കണ്ടാല്. സത്യം പറഞ്ഞാൽ നല്ലൊരു ടോപ്പിക് വെച്ചാണ്ട് കിടിലൻ വീഡിയോ ചെയ്യാൻ ഞങ്ങളെ പ്ലാന്. നിങ്ങൾ കാട്ടി വേണം അമ്രാസ് നമ്മളെ കാട്ടി കൊടുക്കും. ഞങ്ങൾ നല്ലൊരു ടോപ്പിക്ക് അല്ലേ, നല്ലൊരു കണ്ടന്റ് ചെയ്യാൻ ഞങ്ങളെ ശരിക്കുള്ള പ്ലാന്. പക്ഷെ ഞങ്ങൾക്ക് കണ്ടന്റ് ഇല്ല. ഞങ്ങൾക്ക് കണ്ടന്റ് എടുക്കാറില്ല, കാരണം നമുക്ക് യൂട്യൂബ് കാണാറുള്ളൂ. നമ്മളല്ല കണ്ടന്റ് ക്രിയേറ്റേഴ്സ് അല്ല. അതെ, നമ്മൾ ആദ്യമായിട്ടാണ് വീഡിയോ എടുക്കണം. ഞങ്ങൾ എന്തുകൊണ്ട് വീഡിയോ ഇടാലും നിർത്തിയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്രാസിന്റെ സ്റ്റോറേജ് ഇല്ല. അംബാസിന്റെ സ്റ്റോറേജ് ഇല്ല. പിന്നെ സാനിഷിന് എനിക്ക് കിട്ടിയില്ല. സാനിഷ് പഠിക്കാനൊക്കെ പോയി. MICയിൽ ഫിനാൻസ് അല്ല ഫൈനാൻസ് രണ്ടൊന്നാണ്. കണക്ക് ചെയ്യാൻ പോയി. അങ്ങനെ സാനിഷ് ഭയങ്കര ബിസിയായി. എപ്പോൾ വിളിച്ചാലും സാനിഷ് പഠിക്കായിരുന്നു. അതുകൊണ്ട് എനിക്ക് സാനിഷിനെ കിട്ടില്ല. അപ്പോൾ ഞങ്ങൾക്ക് വീഡിയോ എടുക്കാനൊരു ഇതില്ലായിരുന്നു. ഇപ്പോൾ സാനിഷ് ബോക്സിങ്ങിനൊക്കെ പോകുന്നുണ്ട്. MMA ഫൈറ്ററാണ്. അത് 2 സ്റ്റെപ്പ് അഞ്ചെടുത്താ. MMA 2 സ്റ്റെപ്പ് സാനിഷ് നമുക്ക് ഇട്ട് തരുന്നതാണ്. എന്താണ് കേസ്? എനിക്കറിയില്ല. MMA നമുക്ക് കാണിച്ചു തരും. എങ്ങനെയാണ്? കുപ്പാന്ന് പറയണ്ട, ഇത് കാണിച്ചെടുത്താൽ മതി. ബോക്സിംഗ് അല്ലേ വിഷയം മാറ്റില്ല. സത്യം പറഞ്ഞാൽ ഞങ്ങൾ വ്ലോഗ് ചെയ്യാൻ കാരണം ഇമാനുവിന്റെ ഒരു ഫ്രണ്ട് ഞങ്ങളോട് പറഞ്ഞോട് മാത്രമേ ഞങ്ങൾ വ്ലോഗ്. ഫ്രണ്ടിന്റെ പേരെന്താ? ഷൗട്ട് ഔട്ട്. ഫ്രണ്ടിന്റെ പേരെന്താ പറഞ്ഞതാ? എന്താ മനു ഫ്രണ്ടിന്റെ പേര്? എന്റെ വ്ലോഗ് ചെയ്യാൻ പറഞ്ഞ നിഹമേ. ഓൻ ചിരിക്കുന്നൊരു ചിരിക്കണേ കൊറേ നേരമായി. എനിക്കറിയില്ല. അതാണ് MMA.
എന്ത് അമ്മമ്മ അതാരാ പോണ്ട് അടിപൊളി ക്ലാസ് അടിപൊളി ക്ലാസ് എനിക്കെന്ന് പറയുന്നത് നല്ലൊരു എക്സ്പീരിയൻസ് വരും സംഭവം അടിപൊളി. എത്ര എക്സ്പീരിയൻസ് നമ്മള് റോട്ടിൽ കൂടെയാണ് വന്നത്. അപ്പോ ഇന്നത്തെ യാത്ര അടിപൊളിയാണ്. അടുത്ത ഞായറാഴ്ച നമ്മള് പിന്നെ കോഴിക്കോട് ബീച്ചിക്കാണ് ഇനി പോണത്. അത് കഴിഞ്ഞിട്ട് ഗോവ കോഴിക്കോട് ബീച്ച് കഴിഞ്ഞു. ഇനി ഗോവ ബീച്ചിക്കാണ് നമ്മൾ പോണത്. പിന്നെ നമുക്ക് കഴിഞ്ഞിട്ട് പട്ടായ എല്ലാരും ഒപ്പം വന്നിട്ടുണ്ട്. നമുക്ക് ഒരാൾ ഒറ്റക്ക് വന്നിട്ടുണ്ട്. ഒറ്റക്ക് വന്നിട്ടുണ്ട്. ആ ഒറ്റക്ക് വന്ന ആളെ ഒന്ന് കാട്ടി കൊടുത്താ. ചാനലിൽ ചളികളൊക്കെ ഒഴിവാക്കിക്കണം. നമ്മള് വീട്ടിലാണ്. അപ്പൊ നമ്മള് കടല് വീട്ടിലാണ്. കടലിനൊരു ബായ് പറയാൻ പോയി. ഈ ബ്ലോഗ് നമ്മൾ ഇട്ടോ ഈ വ്ളോഗ് കിട്ടണം. അടിപൊളി സ്പോട്ട് അച്ഛന്മാരെ ഉപ്പള്ളല്ല മഴ പെയ്തിട്ട് നമ്മള് നാട്ടില് തിരിച്ചെത്തിക്കണം. ബസ്സിന്റെ ഷൂട്ടിങ് ഒക്കെ കഴിഞ്ഞാണ്ട് കയ്യൊക്കെ മണത്ത് നോക്കി. ഷവായന്റെ സ്മെല്ല്. ഞങ്ങളിവിടെ മപ്പന്റെ കടിയിലാണ്. മപ്പൻ നിങ്ങൾക്ക് ആർക്കും അറിയണ്ടാവില്ല. ഇതുവരെ ഇറക്കിയ വീഡിയോനൊക്കെ വ്യത്യസ്തമായിക്കാണ് നല്ല കണ്ടന്റ് ഉള്ള വീഡിയോ എടുക്കണം ഞങ്ങൾ വിചാരിച്ചത്. പക്ഷെ ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങൾ എല്ലാവരും കൂടി ചേർന്നാല് കണ്ടന്റിലുള്ള ഐഡിയ നമ്മളെ തലച്ചോറിൽ വരില്ല എന്നുള്ളത്. അതെ, വീഡിയോ എടുക്കാൻ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല എന്നല്ല. ആ കാർ അടിപൊളി നല്ല പോക്കും. എന്ത് ചെയ്തു? ഷവായ കഴിച്ചു. നമ്മൾ ഷവായ കഴിച്ചു. ഷവായ എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു ആൾക്കാരോട്. ഷവായ എങ്ങനെയുണ്ട്? ഉഷാർ ഷവായ എങ്ങനെയുണ്ട്? കിക്കായോ? ഷവായ ഉണ്ട്. ഷവായ ഉണ്ട്. ഷവായ തൊള്ളിയിലാണല്ലോ. തൊള്ളോണ്ടല്ലോ എന്നാല് സൂപ്പർ എന്ന് പറഞ്ഞു. കണ്ടില്ലാത്ത ബ്ലോഗല്ലേ. അപ്പൊ ഗായ്സ് ഞങ്ങള് മുണ്ടാന്നാ. അപ്പൊ ഗായ്സ് ഞങ്ങൾ ഈ കണ്ടന്റ് ഇല്ലാത്ത ബ്ലോഗുകള് കണ്ടന്റിന് സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യുക. ഇതിന് നന്ദി പറയട്ടെ. കണ്ടതിന് അടുത്ത വീഡിയോ ഞങ്ങൾ നല്ല ഉഷാറാക്കി നടക്കും. ഇതിപ്പോ എങ്ങനെയൊക്കെ ഒരു തരികിട ഒപ്പിച്ചൊക്കെയാണ് എല്ലാം കണ്ടിട്ട് നമ്മൾ വരുന്നതാണ്. ജിമ്മിന് പോയി ചേഞ്ച് ചെയ്യാൻ കാട്ടി കൊടുക്കണ്ടേ? കുപ്പായ മൊത്തം അയക്കേണ്ടി വരും. അല്ല ജിമ്മിന് പോയത്. അപ്പോൾ ഗായ്സ് അടുത്ത വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതാണ്.